പണ്ടിയാല ഷാജി ടി പറഞ്ഞതുപോലെ ഈ സർക്കാർ എന്നതിൻ്റെ ഒരു പരിരക്ഷ കിട്ടുമല്ലോ പ്രതിപക്ഷ നേതാവിന്. മാത്രമല്ല സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കാം, ക്യാബിനറ്റ് റാങ്കാണ് പ്രതിപക്ഷ നേതാവിനുള്ളത്. അതൊക്കെ എന്തായാലും പിണറായിയുടെ മനസ്സിലുണ്ടാവും. പിണറായി അതുകൊണ്ട് തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ് സ്ഥാനം തിരഞ്ഞെടുത്തതും. ഇപ്പോൾ കോടികൾ അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എങ്കിൽ ഇതെന്തിനാണ് ഈ ഒരു പരിരക്ഷ, ഈ ഒരു പ്രൊട്ടക്ഷൻ എന്തിനാണ് ഒഴിവാക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് എത്തിയത്. മാത്രമല്ല ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ ആവുമോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പിണറായിയുടെ അഴിമതിയിൽ അന്നത്തെ പ്രതിപക്ഷം, പിണറായി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തുള്ള പ്രതിപക്ഷം അന്നും അദ്ദേഹത്തിൻ്റെ അഴിമതിയിൽ കാര്യമായിട്ടൊന്നും സ്പർശിച്ചിട്ടില്ല. അതൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു ഉപരിപ്ലവമായി പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പുതിയ സർക്കാർ ഇദ്ദേഹം കാണിച്ചു കൂട്ടിയ ഈ ഭരണരംഗത്ത് കാണിച്ചു കൂട്ടിയ അഴിമതി, അതിലൊക്കെ ഒരു അന്വേഷണം നടത്തും എന്ന് കരുതുന്നുണ്ടോ? പറഞ്ഞതുപോലെ പാർട്ടിക്കുള്ളിൽ പിണറായിയെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. പക്ഷേ പുതിയ സർക്കാർ പിണറായിയെ ഏത് രീതിയിലാവും കൈകാര്യം ചെയ്യുക? അല്ല, അതിനകത്തൊരു വിഷയം ടി പറഞ്ഞ പോലെ അത്ര ലളിതവൽക്കരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ പറഞ്ഞാൽ, ഇയാളെ അടിച്ച് പുറത്താക്കണമെന്നുള്ളത് പൊതുജനത്തിന്റെ പൊതുവികാരമായിരുന്നു. അത് ജാതി കക്ഷി മത ഭേദമന്യേ കക്ഷിഭേദമന്യേ മുഴുവൻ ആളുകളുടെയും പൊതുവികാരമാണ്. ആ ഒരു പൊതുവികാരത്തിന്റെ മൂല്യമാണ് വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്ന സ്ട്രൈഡ് ആൻഡ് വിക്ടറി എന്ന് പറയുന്ന സംഭവം. നമ്മൾ അത്ര നിഷേധിച്ചാൽ പോലും വസ്തുത അതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ലോകായുക്ത സംഭവം. ലോകായുക്ത സംഭവത്തിന്റെ മേലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവായിരുന്ന മരിച്ചുപോയിരിക്കുന്ന സഖാവ് കാനത്തിനെ കൊണ്ടുപോലും ഇട്ടാ വരപ്പിച്ചിട്ടാണ് അയാൾ ഈ ലോകായുക്ത സംഭവത്തിനകത്തെ നെഗറ്റീവായ തീരുമാനം എടുപ്പിക്കുകയും കാനത്തിന് സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ തന്നെ അഴിമതി സംരക്ഷിക്കാനായിരുന്നു എന്ന കാര്യം വളരെ വ്യക്തമായ സംഭവമാണ്. അത് കേരളീയ പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ട സംഭവങ്ങളുമാണ്. അവിടെ അത്തരമൊരു വിഷയത്തിനകത്തെല്ലാം തന്നെ ഇത്ര എന്താ പറയുക, വളരെ ലളിതമായി അത് വിജയൻ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ മറികടക്കാൻ കഴിയുമെന്ന് കരുതാൻ ന്യായമായി പറ്റില്ല എന്നാണ് തോന്നുന്നത്. അത് കഴിയില്ല അപ്പോഴും. കാരണം പൊതുജനത്തിന്റെ വികാരം അത് മാത്രമല്ല, അതിനകത്ത് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ ആവർത്തിച്ചു കൊടുക്കുന്നുണ്ട്, ഈ ജൻസി പോലുള്ള സംഭവത്തിന്റെ ഒരു വലിയ സംഭവം പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നുണ്ട്. പാർട്ടിക്ക് അകത്തുള്ള ആളുകൾ തന്നെ പാർട്ടിക്ക് പുറത്തുണ്ട്. അതുപോലെ അപ്പൊ അവരുടെ ഭാഗത്തെല്ലാം വരുന്നുണ്ടാകുന്ന അതിരൂക്ഷമായ വിമർശനങ്ങളുണ്ടാവും. അപ്പൊ അതിരൂക്ഷമായ വിമർശനങ്ങളെയൊക്കെ തന്നെ തട്ടിമാറ്റി പോകാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു കരുത്തൊന്നും ഇനി ഒരിക്കലും തന്നെ CPIMന്റെ നിലവിലുള്ള സംഘടനാ ശേഷി വെച്ചുകൊണ്ട് അത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വരുന്ന ആളുകൾ കേരളത്തിനകത്ത് വളരെ പ്രക്ഷുബ്ധമായിരിക്കുന്ന സമരങ്ങൾ നടത്താനും അവർക്ക് സാധ്യമാവില്ല. അത് സാധ്യമാവാതിരിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് പ്രത്യയശാസ്ത്രപരമായ ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ എന്താ പറയുക, വളരെ കൺവെൻഷനലായ ഒരു അവസ്ഥയിൽ നമ്മൾ ആലോചിക്കുന്ന ഒരു സംഭവമാണ്. ഇതേപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാക്കിൽ കാണിക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ, AKG സെന്ററിന്റെ ഒരു ചിത്രം, പുതിയ AKG സെന്റർ ചിത്രമുണ്ടല്ലോ. ആ പുതിയ AKG സെന്ററിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് നിങ്ങൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ടൊരു വിഷയമാണ് ഞാൻ പറയുന്നത്. ആ ഉദ്ഘാടനത്തിന്റെ സമയത്ത് ആ ഉദ്ഘാടനം ചെയ്തത് ഈ വിജയനാണത് ഉദ്ഘാടനം ചെയ്തത്. സത്യത്തിൽ ആരാണെന്ന് പറഞ്ഞാൽ ഒരു ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററുടെ മുമ്പിൽ പെട്ടുപോയിരിക്കുന്ന പഠിക്കാത്തൊരു കുട്ടിയുടെ എന്താ പറയുക വിഗുബ്ധമായ അവസ്ഥയിലായിരുന്നു MA ബേബി അതിന്റെ വേദിക്കകത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് മൂലയിലിരുന്നത്. അത് ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാ PC ജോഷി, ആ ജോഷി ഇരുന്നിരിക്കുന്ന കസേരയിൽ ഇന്നിരിക്കുന്നത് ആരാണ്? ശരിക്ക് ഇന്നിരിക്കുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ചിരിക്കുന്നത് സഖാവ് ഡി രാജയാണ് ഇരിക്കുന്നത്. അവരാരെങ്കിലും ഇതുപോലെ അപമാനിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തെ പരിഹസിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരെ അദ്ദേഹത്തെ പരിഹസിക്കുകയുണ്ടോ? ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചത് എന്താ? CPIM എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിനെ എന്താ പറയുക, തൻ്റെ ഓഫീസിനകത്ത് ചായമായി കൊണ്ടുവരാൻ പോലും പറ്റാതിരിക്കുന്ന ഒരാളാക്കി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് MA ബേബിയാണ് അപമാനിച്ചത്. ഈ കേരളത്തിനകത്ത് അപ്പോഴും അപ്പോഴും ഈ പാർട്ടിക്കകത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോഴും ഈ പാർട്ടിക്കകത്ത് പൊട്ടിത്തെറി ഉണ്ടായില്ല. പത്രക്കാരും അത് വളരെ ഗൗരവപരമായി ചൂണ്ടിക്കാണിച്ചില്ല. ഈ പത്രക്കാർ പോലും ഇത് ചൂണ്ടിക്കാണിക്കാതിരിക്കും. അപ്പോൾ മറ്റു തരത്തിൽ ചോദിക്കാം, പത്രക്കാർ ഇതാണോ ജോലി എന്നൊക്കെ ചോദിക്കാം, അതല്ല വിഷയം. പക്ഷേ ഇത്രയും ഗൗരവതരമായിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായിട്ട് പോലും പാർട്ടിക്കകത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ ഉയർന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കകത്ത് ഇയാൾ എത്രമാത്രം ആളുകളെ ഷണ്ഡീകരിച്ചിരിക്കുന്നു എന്നതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത്തരം വിഷയങ്ങളൊക്കെ തന്നെ വീണ്ടും 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 ചർച്ചയിലേക്ക് കടന്നു വരുമ്പോൾ ഇന്നിപ്പോ ഈ കണ്ണൂരിൽ നിന്ന് ഇന്നത്തെ പത്രങ്ങൾ വന്നിരിക്കുന്ന വാർത്തയാണ്,
പിന്നെ ഇത്രയും വലിയ തിരിച്ചടി മലബാർ മേഖലയിൽ ഉണ്ടാവാനുള്ള കാരണം കെ രാജേഷ് എന്ന് പറഞ്ഞ ഭൂലോക വിഡ്ഢി, ആ വിഡ്ഢി എഴുതി വെച്ചിരിക്കുന്ന ഒരു തീസിസ് ഉണ്ട് അതിനകത്ത്. ആ തീസിസ് എന്താന്ന് പറഞ്ഞാൽ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ സംഘടിതമായി പിന്നെ ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിന് ഈ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാരുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റിനെ ആര് പിന്താങ്ങുകയാണ്? ആ സ്റ്റേറ്റ്മെന്റ് അതിനേക്കാൾ വലിയ നേതാക്കന്മാരാണെന്ന് സ്വയം വിചാരിക്കുന്ന ആളുകൾ പിന്താങ്ങുകയാണ്. ഇത് വാസ്തവത്തിൽ ആരുടെ ബുദ്ധിയാണ് ഈ സാധനം? ഈ ബുദ്ധി വിജയന്റെ ബുദ്ധിയാണ്. ഈ ബുദ്ധി ആരുടെ ബുദ്ധി കൂടിയാണ്? AK ബാലന്റെ ബുദ്ധിയാണിത്. AK ബാലന്റെ ബുദ്ധിയാണിത്. ഈ ബുദ്ധി കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കണ്ണൂരിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കാലം എത്ര ദൂരം നിങ്ങൾക്ക് ഇത് പോകാൻ കഴിയുന്നത്? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്താ പറഞ്ഞാൽ നിന്ന് പിടക്കാൻ എടുക്കുന്ന ഓരോ തരികിടകളും വാസ്തവത്തിൽ എന്തായി തീരുന്നറിയോ? നിങ്ങൾക്ക് വലിയ തോതിലുണ്ടായിരിക്കുന്ന ഡാമേജസ് ഉണ്ടാക്കുക. എല്ലാ ഡാമേജസ് ഉണ്ടാക്കിയാൽ അത് ഡാമേജ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഇയാൾ ഈ പാർട്ടിയെ നയിച്ചുകൊണ്ട് പോയത് എവിടത്തേക്കാന്ന് പറഞ്ഞാൽ വലിയ കുഴിയിലേക്കാണ് ഇയാൾ വീഴ്ത്തിയത്. ഇനി ഇയാൾ പ്രതിപക്ഷ നേതാവായി നയിച്ചിട്ട് കൊണ്ടുപോകാൻ പോകുന്നതാണ് പടുകുഴിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ പടുകുഴിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇവിടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ്? ഇയാളെ ഇതിനകത്ത് തുടരാൻ അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം സ്വാഭാവികമായും അനിവാര്യമായും ഇതിനകത്ത് അതിശക്തമായി ഉയർന്നു വരും. ആ ഉയർന്നു വരുന്നതിന്റെ മുന്നോടിയായിട്ടാണ് മറ്റേ തോമസ് ഐസക്കിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന അദ്ദേഹം എന്ന് പറഞ്ഞു എന്ന് പകരം ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാതിനിടയിൽ ഇതേ വാസ്തവത്തിൽ എന്താ ഇതിനകത്ത് ഇത് ട്രോജൻ കുതിര നടത്തുന്ന യുദ്ധമാണ് ഈ സാധനം. ഈ ട്രോജൻ കുതിരക്കകത്ത് കിടക്കുന്ന ഒരു പാരലാമാണ്. ഇതാണ് ഇതിൽ ഏറ്റവും ബേസിക് ആയിരിക്കുന്ന ചോദ്യം. അതിനകത്ത് കിടക്കുന്നതിൽ ഏറ്റവും പരമപ്രധാനിയായിരിക്കുന്ന ഒരാൾ ആരാണെന്ന് പറഞ്ഞാൽ അത് ബാലനാണ്. ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഒരാൾ ബാലനാണ്. രണ്ടാമത് അത് കയറിയിരിക്കുന്ന വിദ്വാനാണ് ഈ പറയുന്ന KK രാജേഷ്. ഇതിന്റെ ഫലം എന്താണെന്നറിയോ? ഇതിന്റെ ഫലം പാർട്ടി എന്ന് പറയുന്ന സംഘടനാ സംവിധാനം ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ ദിശാബോധത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നയിക്കാൻ ഈ പാർട്ടി ഉണ്ടാവില്ല. ഉണ്ടാവാത്ത അവസ്ഥയിലേക്ക് അത് ഇല്ലാത്തൊരവസ്ഥ വന്നാൽ അതിന്റെ ഹാർവസ്റ്റേഴ്സ് ആര് എന്നുള്ളതാണ് പിന്നെ അത് ചോദ്യം. ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും CPM ആയിരിക്കില്ല ഇതിന്റെ ഹാർവസ്റ്റേഴ്സ്. 100% ഉറപ്പാണ്, 100% കട്ടായമാണ്. അത് വളരെ കൃത്യമായി ഹാർവസ്റ്റ് ചെയ്യാവുന്ന വലിയ പൊളിറ്റിക്കൽ ഫോഴ്സ് ഈ കേരളത്തിൽ ഉദയം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യവും ഇതിന്റെ മുമ്പിലുണ്ട്. ഇത് തിരിച്ചറിയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPIM-നും സാധ്യമാവുന്നില്ല എങ്കിൽ ഈ സാധനം പിരിച്ചുവിടുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി അതായിരിക്കും. അതല്ലെങ്കിൽ ഈ പാർട്ടിയെ നയിക്കാനും അനിൽ നമ്പ്യാർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, പ്രതിപക്ഷ നേതാവായി പ്രതിപക്ഷ നേതാവായി ഈ കേരളത്തിനകത്ത് 10 മിനിറ്റ് നേരം ഇയാൾക്ക് സഭയിൽ സംസാരിക്കാൻ കഴിയില്ല ഇയാൾക്ക്. കാരണം അതിന് മാത്രമുള്ള ബൗദ്ധികമായ ശേഷി ഇയാൾക്കില്ല, അതിന് മാത്രമുള്ള അവതരണ ഭംഗി ഇയാൾക്കില്ല, അതിന് മാത്രമുള്ള ഒരു കാര്യവും സമർത്ഥിക്കാനുള്ള ശേഷിയും ഇയാൾക്കില്ല. ഇത് മൂന്നും ഇയാൾക്കില്ല. അപ്പൊ ഇല്ലാത്തത് കൊണ്ട് എന്താ അറിയോ? അതിനേക്കാൾ പ്രധാനം എന്താ അറിയോ? ഇയാളെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമായി അടികൊണ്ട് തലമുട്ടിയിരിക്കുന്ന 5-6 കുട്ടികളുണ്ട്. ജയിച്ചിട്ട് വന്നിട്ട് നിയമസഭയ്ക്ക് ഇരിക്കുന്നുണ്ട് അതിനകത്ത്. ആ ഇരിക്കുന്നവർ തുടങ്ങിയാൽ എന്താവുന്നറിയോ? അതൊന്നും താങ്ങാനുള്ള കോപ്പൊന്നും ഇയാൾക്ക് ഉണ്ടാവില്ല ഇനിയിപ്പോ. പിന്നെ അതിന്റെ പേരെ നാട്ടിൽ പ്രക്ഷോഭം ഉണ്ടാക്കാനാണോ? അതും കഴിയില്ല അയാൾക്ക്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു വലിയ വാരിക്കുഴിക്കകത്താണ് ഇയാൾ ഏറ്റെടുത്ത്. അയാൾ ഈ പ്രതിപക്ഷ നേതാവായി ഏറ്റെടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ദുഷ്ടബുദ്ധിയെല്ലാം അയാൾ തലയിലുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ അയാൾക്ക് പ്രതിപക്ഷ നേതാവായി നിന്നുകൊണ്ട് ഈ പാർട്ടിയെ നയിക്കുമെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനോ പാർട്ടിയെ ബോധ്യപ്പെടുത്താനോ ഉള്ള ബൗദ്ധികവും സംഘടനാപരവുമായിരിക്കുന്ന ആരോഗ്യം അയാൾക്കുണ്ടാവില്ല എന്ന് ഞാൻ വളരെ ഖണ്ഡിതമായി ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് പാർട്ടി ഒഴിവാക്കുന്നില്ല എങ്കിൽ അതോടൊപ്പം തന്നെ ഗോവിന്ദനെ ഒഴിവാക്കുന്നില്ല. ഇത് രണ്ടും ആവശ്യപ്പെടുന്നതാണ്. നടക്കൂല എന്നുള്ള കാര്യം എനിക്കും അറിയാം. അത് പിന്നെ TG പറഞ്ഞ പോലെ എനിക്കും അറിയാം, നടക്കൂല എന്ന് എനിക്കും അറിയാം, നടക്കില്ല. പക്ഷേ ഇതല്ലാത്ത പോവാൻ ഈ പാർട്ടിക്ക് സാധ്യമാവില്ല എന്നതാണ് അതിന്റെ വസ്തുതാപരമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അതാണ് ഈ യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം കൂടി, MBR-നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോ ഈ വിജയനടക്കം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു രണ്ടാം നിര രൂപപ്പെട്ട് വരാനുള്ള സാധ്യത ഇല്ല, സാധ്യമല്ല. എന്താ കാര്യം അറിയോ? ഈ രണ്ടാം നിര എന്ന് പറയുന്നത് ഞാനത് വളരെ കാര്യമായി പ്രതീക്ഷിക്കുന്നില്ല. കാരണം രണ്ടാം നിര എന്ന് പറയും ഇപ്പൊ നിലവിലുള്ള രണ്ടാം നിര എന്ന് പറയുന്നത് ഇയാളുടെ ഗൈസാണ്. ഞാനത് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പറഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളത് അതിന്റെ സെൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇയാളുടെ ഗൈസാണ്. അപ്പൊ ആ ഗൈസ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ബോയ്സ് ആണ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ അവർക്ക് ഒരു സമരമുഖത്തേക്ക് കയറി ചെല്ലാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഊർജം അവർക്ക് കിട്ടില്ല.
അപ്പം അതുകൊണ്ട് തന്നെ ആ സാധനം അസംഭവ്യമായ സംഭവമാണ്. അത് നടപടിയാവില്ല. അത് ഇപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരെടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിയാൽ മതി. ഒരു പിന്നെ എന്താ പറയുക, വയനാട്ടിൽ 16-12 മറ്റോ പിന്നെ ബന്ധുമിത്രാദികളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ വീടിന്റെ ചോർച്ച ഉണ്ടായപ്പോൾ അയാൾ അതിന് വളരെ വേദനയോടെ പറയുമ്പോൾ അയാൾ പറഞ്ഞ വസീഫ് പറഞ്ഞ കമന്റ് എന്താ അറിയോ? കോൺഗ്രസ്സുകാരനാണെന്നാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഇത് ഒരു 12 ആളുകളൊക്കെ ഒരു കലാമിറ്റിയിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ കുടുംബം സ്വാഭാവികമായി തകർന്നു പോലും. അയാൾ ജീവനോടൊപ്പം ഇരിക്കുന്ന സ്വബോധിയോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണത്. അപ്പൊ അങ്ങനെ വരുന്ന ചിത്രത്തിനകത്ത് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഇവർക്കൊന്നും നേതാവൊന്നും ഇവരെല്ലാം ഇതേപോലെ വന്നിരിക്കുന്ന ആൾക്കാർ മാത്രമാണ്. ഞാൻ പറഞ്ഞു വന്നിരിക്കുന്ന പോയിന്റ് അതല്ല. ഇത് MBR പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ഈ വിജയനടക്കം പറഞ്ഞ സംഭവമുണ്ട്. ഒരു പട്ടി പോലും രാഘവനെ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല എന്ന്. അന്ന് പിന്നെ MP രാഘവന്റെ കൂടെ പോയിരിക്കുന്ന കൂട്ടത്തിനകത്തോട്ടിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്നത്. ഞാൻ ഇതുപോലുള്ള ഒരുപാട് ആളുകൾ അന്ന് ചാത്തുണ്ണി മാസ്റ്റർ പറഞ്ഞിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് എന്താ അറിയോ? ഈ CPM-നകത്ത് പട്ടികളെ പോറ്റുന്ന ഒരു വിവരം എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. ഏതായാലും അങ്ങനെ സംഭവിക്കുന്നുവെന്ന് അറിഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ട്. ഞാൻ തിരിച്ചിപ്പോൾ പറയാണ്, ഇയാളെ നാളെ ഒരു പട്ടി പോലും പിരിഞ്ഞു നോക്കില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അയാൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കാൻ ഇയാളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് അയാളുടെ വ്യക്തിപരമായ സംഭവമാണ്. അത് വാസ്തവത്തിൽ ആത്യന്തികമായി ഈ പാർട്ടിയുടെ സർവനാശത്തിലേക്ക്, അത് ഡിവൈഎഫ്ഐയുടെ സർവനാശത്തിലേക്ക്, SFIയുടെ അതായത് ജൻസിയെ പോലും നശിപ്പിക്കുന്ന പ്രക്രിയയിലേക്ക് ഇയാൾ അതിൽ എത്തിക്കുമെന്നതാണ് മിസ്റ്റർ നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്.